Hello guys, Assalamu alaikum. Very good evening. Wish a very happy Eid Mubarak. അമ്മി ടോക്കിൻ്റെ വക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. കാരണം എല്ലാവരും ഈ ഒരു സമയത്ത് ഈവനിങ് ടൈമിങ്ങിൽ പുറത്ത് പോകുന്ന ഒരു സമയമാണല്ലേ, ഫ്രണ്ട്സായിട്ടും അതുപോലെ ഫാമിലി ആയിട്ടും അതുപോലെ എന്താ പറയുക ടൂർ പോകുന്ന ടീം മെമ്പേഴ്സ് ആണെങ്കിൽ ആ ടൂർ പോകുന്ന സമയങ്ങളിലായിരിക്കും ഇപ്പോൾ എല്ലാവരും ഓൺ ടൈമിങ്ങിലായിരിക്കും. അപ്പോൾ എന്താ പറയുക, ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ നമ്മൾ ഓരോരുത്തരും ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നടക്കുന്ന നമ്മളെ ദുബായിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരെന്നും നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കേണ്ടതാണ്. നമ്മൾ ആഘോഷിക്കേണ്ടതിന് ഒരിക്കലും പറയുന്നില്ല, നമ്മൾ ആഘോഷിക്കണം. പക്ഷേ എന്നാലും അവരെയും നമ്മൾ കണക്ട് ചെയ്യുക, അവരെയും നമ്മളൊന്ന് ചേർത്ത് പിടിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റമദാൻ്റെ ഉള്ളിൽ, അതായത് ഈ ഒരു റമദാനുള്ള സമയത്ത് നമ്മളിൽ നിന്ന് ഒരുപാട് ടീം മെമ്പേഴ്സ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടാവും. അവരെയും നമ്മൾ എന്തായാലും അവരെയും നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ടീം മെമ്പേഴ്സൊക്കെ ഉണ്ടാവും. അവരെയും നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ പ്രതിസന്ധികളെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത്. ഈ ഒരു വിഷയം കേൾക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ടീം മെമ്പേഴ്സിനും ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ. എന്തുകൊണ്ടായിരിക്കാം ഇത്തരം വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടായത്? കാരണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞത് ദാറ്റ്സ് ഫൈറ്റ്, അതായത് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതാണ്, യുദ്ധം ചെയ്യുന്നത് പോലെ നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തോട് നമ്മൾ പൊരുതി ജയിക്കലാണ്. ഇന്ന് ഒരുപാട് വ്യക്തികൾക്ക് പൊരുതി ജയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവില്ലേ. പ്രശ്നങ്ങളെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുന്ന ടീം മെമ്പേഴ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ എവിടെയെങ്കിലും എല്ലാം വിട്ട് മാറിയിട്ട് എല്ലാം കാമായി സൈലൻ്റായിട്ട് ഇരുന്നില്ലെങ്കിലോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ടീം മെമ്പേഴ്സ് ഉണ്ടാവും. എൻ്റെ ഒരുപാട് ടീം മെമ്പേഴ്സോട് ഒരു കാര്യം മാത്രമേ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ. ജീവിതം എന്ന് പറയുന്നത് നമ്മൾ അത്രയും പെട്ടെന്ന് നിസ്സാരമായിട്ട് എടുക്കേണ്ട ഒരു സംഭവമേ അല്ല. അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്, അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മളതിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാതെ, ഇതൊക്കെ സംഭവിക്കുന്നത് ഹയറിന് വേണ്ടിയിട്ടാണ്, എനിക്കെന്തോ നല്ലത് വരാനുണ്ട്, ആ ഒരൊറ്റ കാര്യം മാത്രം നമ്മളെ മുന്നിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. അല്ലാതെ നമ്മളെപ്പോഴും പ്രശ്നങ്ങളാണ് പറയുന്നതിന് പകരം പ്രശ്നങ്ങൾ എപ്പോഴും പറയുകയാണെങ്കിൽ പ്രശ്നങ്ങൾ നമ്മൾ വിട്ടു പോകൂല. നമ്മൾ എപ്പോഴും പ്രശ്നങ്ങളാണ് പറയുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഒരിക്കലും നമ്മൾ വിട്ടു പോകൂല. നേരെ മറിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ മുന്നിട്ട് ഇറങ്ങിക്കൊണ്ടേയിരിക്കുക. വിജയം വരുന്നത് വരെ അതിനെ ഒരിക്കലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. ലൈഫ് എന്ന